നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒളിമ്പിക്സിലെ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാരീസ് ഒളിമ്പിക്സിലെ വനിതാ ഗുസ്തി ഫൈനലിന് തൊട്ട് മുമ്പ് ഭാരക്കൂടുതൽ കാരണം അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗട്ടിന്റെ വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. വാസ്തവത്തിൽ മത്സര തലേന്ന് നടന്ന ഭാരപരിശോധനയിൽ വെറും 100 ഗ്രാമിന്റെ വ്യത്യാസത്തിൽ ആണ് തനിക്ക് അയോഗ്യത കൽപ്പിക്കപ്പെട്ടത്. ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ ഭാരം കുറയ്ക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് നടന്നില്ല. ഇതിനിടയ്ക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയും ഹോസ്പിറ്റലിലാകുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ വിനീഷ് ഫോഗട്ടിന്റെ വിഷയത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒക്കെ പിന്തുണ അറിയിച്ച് കുറിപ്പുകൾ പുറത്ത് വിട്ടതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. പലപ്പോഴും നിസ്സാര കാര്യങ്ങളുടെ പേരിൽ അയോഗ്യരാക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ പലപ്പോഴും നോക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ വലുതായിരിക്കും. നമ്മൾ പറയുന്ന ക്വാളിഫിക്കേഷൻസോ അതിൻ്റെ റിക്വയർമെന്റ്സോ പൂർത്തീകരിക്കപ്പെടാതെ വരുമ്പോൾ അങ്ങനെ അയോഗ്യമാക്കപ്പെടുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമില്ലേ? നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടില്ലേ? എന്നാൽ മനുഷ്യൻ അയോഗ്യരാക്കുമ്പോഴും മനുഷ്യന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ കൽപ്പിക്കപ്പെടാൻ കഴിയാതെ പോകുമ്പോഴും ഏത് അയോഗ്യതയും യോഗ്യതയാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് നമ്മൾ മറന്നുപോകും. മനുഷ്യൻ പലപ്പോഴും റിജക്ഷനാണ് കൽപ്പിക്കുന്നതെങ്കിൽ ദൈവം റിജക്ഷൻ അല്ല, അക്സെപ്റ്റൻസ് ആണ് നമുക്ക് തരുന്നത്. ഒരു ഭാഗത്ത് നമുക്ക് റിജക്ഷൻ ഉണ്ടായാൽ മറുഭാഗത്ത് ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാകുമെന്ന് കൂടെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. വാസ്തവത്തിൽ ഫോഗട്ടിനെ ഫോർഗറ്റ് ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല, നമുക്ക് മറക്കാൻ കഴിയത്തില്ല. നല്ല സംഭാവനകൾ നൽകിയ വ്യക്തിയാണ്, കഴിവുള്ള ഭാവിയുടെ വാഗ്ദാനമായി നമ്മുടെ രാഷ്ട്രത്തിന് വളരെ അഭിമാനമായി നിൽക്കേണ്ടുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. എന്നാൽ പിന്നീട് തന്നെ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നതായിട്ടാണ് കാണുന്നത്. സാഹചര്യങ്ങൾ നോക്കൂ, ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്നാണ് സ്ഥിതികളൊക്കെ മാറി വന്നത്. പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. മനസ്സിനുണ്ടാകുന്ന വേദന വലുതാണ്, അതാർക്കും പിടിച്ചു നിർത്തുവാനായിട്ട് സാധ്യമല്ല. ഇവിടെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്ന വേദന അത് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ്. അതിൽ നിന്ന് എന്തെല്ലാം ആശ്വാസവാക്കുകൾ ആരെല്ലാം പറഞ്ഞാലും അതൊന്നും അതിന് പരിഹാരമാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുഃഖത്തിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവിടെയും ഇതുപോലെ തന്നെയാണ്. അവരെയൊന്നും ആശ്വസിപ്പിക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നാളുകളിൽ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. കായിക ഫിറ്റ്നസ് ലഭിച്ച് യോഗ്യത നേടി അവർ ഏത് ഇനത്തിലാണോ അവരുടെ കഴിവ് തെളിയിക്കേണ്ടത് അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നാളുകളിൽ നല്ല താരങ്ങൾ, കഴിവുള്ളവർ, നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തി കാണിക്കുന്ന അനേക കായിക താരങ്ങൾ ഇനിയും നമ്മുടെ രാജ്യത്ത് നിന്നുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.